വെൽക്കം ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. മുന്നോട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കൊടും ചൂടത്ത് നമുക്ക് ആകെയുള്ള ആശ്വാസം ഇതുപോലെ ചക്കയും മാങ്ങയും ഒക്കെയുള്ള സീസണാണെന്നുള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. ചക്കക്കുരുവിൻ്റെ പാടയാണിത്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ പാട വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മ പണ്ട് നമുക്കിതുപോലെ ചെയ്ത് തരുമായിരുന്നു. ഇത് നല്ല ചൂടായിട്ട് കഴിക്കാൻ ഭയങ്കര അടിപൊളി ഒരു ഐറ്റമാണ്. ചക്കയിൽ സാധാരണയായിട്ട് എല്ലാവരും പറയാറ് ചക്കയുടെ ആ പുറത്തെ ആ ഒരു മുള്ള് മാത്രമേ ഉള്ളൂ കളയാൻ, ബാക്കിയെല്ലാം ചക്കയുടെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണെന്നാണ് പറയാറ് അല്ലേ. അപ്പോൾ ഇതാ ചക്കയുടെ പാട ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. അതിനുശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ വേണം ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. അത് നമുക്ക് തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്, പുട്ടിൻ്റെ പാകമല്ല. ഇടിയപ്പത്തിൻ്റെയും അതുപോലെ അരിപ്പത്തിരിയുടെയൊക്കെ പാകത്തിനുള്ള ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമുക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരാൾ വിളിച്ച കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കിനും എണ്ണ കുറച്ചൊന്ന് ചൂടായിപ്പോയി. അതുകൊണ്ടാണ് എൻ്റെ കറിവേപ്പിലയുടെ കളറൊക്കെ ഇച്ചിരി മാറിയത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാടയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊളസ്ട്രോളോ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ഈ ഒരു കാര്യം അനുകരിക്കാനേ പാടില്ല. ഇത് കൂടുതലും കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ ഓയിലിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലെ തേങ്ങ ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് വെറുതെ ആയിട്ടും വെളിച്ചെണ്ണ കുടിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നേരത്തെ തൊട്ടേ, ജനിച്ച സമയം തൊട്ടേ അവർക്ക് വെളിച്ചെണ്ണ കുടിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്, അവരുടെ ഹെൽത്തി വെയിറ്റ് ഗെയിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ അമ്മമ്മ പണ്ടൊക്കെ ഇത് ഉണ്ടാക്കി തരാറ്. ആ ഒരു ഫ്രൈ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ചോറ് വരെയൊന്നും ഇത് ഉണ്ടാവാറില്ല. അതിന് മുന്നേ ഞങ്ങളിത് കഴിച്ച് തീർക്കും. കാരണം അത്ര ആ ഒരു ക്രിസ്പി നല്ല ചൂടോടെ കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും വളരെ കുറച്ചേ ഉള്ളൂ ഐറ്റം. അപ്പോൾ ഇനി ഇത് നമുക്ക് കുട്ടിപ്പട്ടാളങ്ങളുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കാം.